എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും ദിവസം നല്ല അടിപൊളിയായിട്ട് പോയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇട്ടിട്ട് കുറേ കാലമായി. ഐ തിങ്ക് ഇറ്റ്സ് നിയർലി 2 years or more. തിരക്കായിപ്പോയി, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നുണ്ടായിരുന്നു, പിന്നെ സമയമില്ലായിരുന്നു. അതാണ് ആക്ച്വൽ കാര്യം. പക്ഷേ ഞാൻ ഇടയ്ക്ക് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ക്വേക്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്ക്, ഇവൻറ്റിന് പോകുമ്പോഴത്തേക്ക് ഞാൻ അത് ലൈവ് പോയിട്ടുണ്ടായിരുന്നു. അധികമൊന്നും പറയത്തില്ല, ജസ്റ്റ് ഇവൻറ്റ് കാണിക്കാനായിട്ട്. ബിക്കോസ് ഐ ആം ട്രൈങ് ടു എൻജോയ് ദ ഇവൻറ്റ് ആസ് വെൽ. സോ ജസ്റ്റ് ഓണാക്കി വെച്ചിട്ട് ഐ കീപ് എൻജോയിങ് വാം വാച്ചിങ്. അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗുഡ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗുഡ്. എനിവേ, വീഡിയോ ഇടണം എന്നൊക്കെ കുറച്ച് പേരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് എൻ്റെ പൊട്ടത്തരവും റിയാക്ഷൻസും ഒക്കെ കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം റിലാക്സ്. സോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ടൈം കിട്ടുന്നില്ല. ഐ പ്രോമിസ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ഇറ്റ്. ഇന്ന് ഈ വീഡിയോ ഇടാനുള്ള കാരണം, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കുറേ സംഭവങ്ങൾ കാണുന്നുണ്ട്. വിസ തട്ടിപ്പ്, ഇമിഗ്രേഷൻ പ്രോബ്ലം, റയട്ട്സ് എല്ലാം ആയിട്ട് കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി ചോദിച്ചിട്ട്. അപ്പം ഞാൻ കരുതി അതിന് വീഡിയോ ചെയ്തേക്കാമെന്ന്. വീഡിയോ ചെയ്യുന്നതിന് മുന്നേ 3 things, നമ്പർ ഓഫ് തിങ്സ്. ഇതിൽ പറയുന്നത് ചിലപ്പോൾ അൺപോപ്പുലർ ഒപ്പീനിയൻ ആയിരിക്കും, ബട്ട് ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഇംഗ്ലീഷിൻ്റെ ആക്സൻറ്റും പിടിച്ചുകൊണ്ട് ആരും വരണ്ട, ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ബോദർ മീ. ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഞാൻ ഇവിടെ വന്നിട്ടൊരു 16 കൊല്ലമായി. മലയാളം ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. വീട്ടിൽ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവരെ വിളിക്കുമ്പോഴോ ആണ് മലയാളം യൂസ് ചെയ്യുന്നത്. അല്ലാതെ എൻ്റെ ജോലി സ്ഥലത്ത് ലെസ് ദാൻ 1% ആണ് നോൺ ഇംഗ്ലീഷ് പീപ്പിൾ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ 12-13 കൊല്ലം ഞാൻ ലണ്ടനിലായിരുന്നു. അവിടെ എൻ്റെ കൂടെ താമസിച്ചതും ജോലി ചെയ്തതും എല്ലാ ആൾക്കാരും പല രാജ്യങ്ങളിൽ വന്നവരായിരുന്നു. പല ആക്സൻസ് ആയിരുന്നു. അതിൽ നിന്നും കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ 2-3 കൊല്ലമായിട്ട് നോർത്ത് ഓഫ് ഇംഗ്ലണ്ട്. അവിടെ എല്ലാ ഓരോ ടൗണിലും ഓരോ ആക്സൻസാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ കേട്ടും അബ്സോർബ് ചെയ്തും എൻ്റെ ഇംഗ്ലീഷ് ഒരു അവിയൽ പരുവത്തിലാണ്. സോ എന്തെൻ്റെ വായിൽ നിന്ന് വരുന്നോ അതാണ് എൻ്റെ ആക്സൻറ്റ്. ഐ എം നോട്ട് ട്രൈങ് ടു കോപ്പി എനിവൺ, ഐ എം നോട്ട് ട്രൈങ് ടു ഫേക്ക് ആൻ ആക്സൻറ്റ്. അതുകൊണ്ട് അതും പൊക്കി പിടിച്ചുകൊണ്ട് ആരും വരരുത്. അടുത്ത കാര്യം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ളതാണ്. ഇറ്റ് കുഡ് ബി റോങ്. ഇഫ് ഇറ്റ്സ് എനിത്തിങ് ലൈക്ക് കംപ്ലീറ്റ്ലി റോങ്, ഐ അപ്പോളജൈസ് ഇൻ അഡ്വാൻസ്. ഞാൻ മനഃപൂർവ്വം തെറ്റ് പറയുന്നതല്ല, ബട്ട് ദാറ്റ്സ് മൈ അണ്ടർസ്റ്റാൻഡിങ്. സോ ഫസ്റ്റത്തെ കാര്യം, ഇവിടെ സേഫാണോ? UK സേഫാണോ? UK ഈസ് സേഫ്. ഇമിഗ്രൻസ് ആണെന്നും പറഞ്ഞ് അൺസേഫ് അല്ല. ഇവിടെ ഇപ്പം ഉണ്ടായിരിക്കുന്ന അൺറെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എയിം ചെയ്തിട്ടുള്ളതല്ല. ഇവിടെ ഇപ്പോൾ അൺറെസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബോട്ടുകളിലായിട്ട് പല നാടുകളിൽ നിന്നും കുറേ അഡൾട്ട് ആണുങ്ങൾ വന്ന് കയറുന്നുണ്ട്. അഫ്ഗാൻ, ആ ഒരു മിഡിൽ ഈസ്റ്റ്, ആ ഒരു ഏരിയയിൽ നിന്നിട്ടാണ്. റെഫ്യൂജികളാണെന്നും പറഞ്ഞാണ് വരുന്നത്. പക്ഷേ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഭയങ്കര മോശം കാര്യങ്ങളാണ്. ഇവിടുത്തെ പിള്ളേരെ കയറി പിടിക്കുക, പട്ടാപ്പകൽ 12, 13, 14 വയസ്സുള്ള പിള്ളേരെ പിടിക്കുക, കമൻ്റ് അടിക്കുക. നമ്മുടെ നാട്ടിലെന്നല്ല, നമ്മുടെ നാട്ടിൽ സ്ഥിരം ആൾക്കാർ കവലയിലിരുന്നിട്ട് പിള്ളേരെ, പെണ്ണുങ്ങളെ കമൻ്റ് അടിക്കുക, പണ്ടത്തെ ഒരു ഏർപ്പാടില്ലേ, ആ സംഭവങ്ങളൊക്കെ. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കോർട്ടിലാണ്. അപ്പോൾ ഞങ്ങളവിടെ തന്നെ കുറേ കേസുകൾ, ഞങ്ങളുടെ അവിടെ നിന്നല്ല, ഇവിടെ UK ലീഗൽ സിസ്റ്റത്തിൽ കുറേ കേസുകളുണ്ട്. ഇപ്പം ഇമിഗ്രൻസ് വന്നിട്ട് പിള്ളേരെ പിടിക്കുന്നതും അറ്റംപ്റ്റഡ് റേപ്പ് തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പം ഈ ബോട്ടിൽ ഇവിടെ UK ഒരു എക്കണോമിക് സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്ത് തൊട്ടാലും ടാക്സാണ്. ഇപ്പോൾ ഒരു 2500-3000 പൗണ്ട് ഏൺ ചെയ്തെന്ന് വെച്ചോ, വീട്ടിൽ കൊണ്ടുപോകുന്നത് ഇപ്പോൾ 2500, വീട്ടിൽ കൊണ്ടുപോകുന്നത് ഒരു 1900-2000 ആയിരിക്കും. അപ്പോൾ അത് ഓൾറെഡി ടാക്സ് കൊടുത്ത്. പിന്നെ കൗൺസിൽ ടാക്സ്, വെള്ളത്തിൻ്റെ ബില്ല്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്,
ടി വിയുടെ ലൈസൻസിന്, പിന്നെ കാറുണ്ടെങ്കിൽ കാറിന് MOT ഒരു വർഷത്തിലൊരിക്കൽ, റോഡ് ടാക്സ്, പിന്നെ പെട്രോള്, പിന്നെ എന്തെങ്കിലുമുണ്ടോ, ഇൻഷുറൻസ്. അതെങ്ങനെ മറക്കാൻ പറ്റും? കൈ തൊട്ട എല്ലാത്തിനും ചിലവാണ്. അപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ഒരാൾ, ഇപ്പം ഒരു സാധാ ജോലിയാണെങ്കിൽ ഫുൾ ടൈം ജോലി ചെയ്യുന്ന ആൾക്കാർ അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ട് ഫുഡ് ബാങ്ക് ഉണ്ട് ഇവിടെ. ഫുഡ് ബാങ്ക് എന്ന് വെച്ചാൽ ഇപ്പം കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാശില്ലെങ്കിൽ ഫ്രീ ആയിട്ട് പോയി ഫുഡ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ. അത് കുറേ ഇവിടുത്തെ സോ കോൾ UK ഇൻഫ്ലുവൻസേഴ്സ് നമുക്ക് പോയി ഫ്രീ ഫുഡ് കാണിക്കാമെന്ന് പറഞ്ഞ് കുറേ വീഡിയോസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രീ ഫുഡ് എടുക്കാനല്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടി ചാരിറ്റി ചെയ്യുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോണ്ട് ഗോ ദേർ. ബിക്കോസ് ഒന്നുമില്ലാത്തതിൻ്റെ കയ്യിൽ നിന്ന് പിച്ചക്കാരുടെ ചട്ടിയിൽ നിന്ന് കാശ് കൈയിട്ട് വരത്തില്ലേ, ആ ഏർപ്പാടാണ് കാണിക്കുന്നത്. ഇഫ് യു ഹാവ് നത്തിങ് എൽസ്, വേറെ ഒരു വഴിയില്ലെങ്കിൽ ഗോ ഫോർ ഇറ്റ്. അതിന് വേണ്ടിയിട്ടാണ് തുറന്നു വെച്ചിരിക്കുന്നത്. ഈ അമേരിക്കയിലൊക്കെ സൂപ്പ് കിച്ചൺ നടത്തത്തില്ലേ, ഏകദേശം ആ ഒരു രീതി. സോ അങ്ങനെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നത്. ഇവിടുത്തുകാരായാലും പുറത്തുനിന്ന് വന്നവരായാലും എല്ലാവരും ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഈ ബോട്ടിൽ വന്ന് ഇറങ്ങുന്നവർ നാടേതാ, പേരെന്തുവാ, എത്ര വയസ്സുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ഒന്നും അറിയത്തില്ല. അവർക്ക് ഹോട്ടൽ അക്കോമഡേഷൻ, ഫ്രീ ഫുഡ്, ഒരു ബിൽസും കൊടുക്കണ്ട, ആൻഡ് ദേ ഗെറ്റ് പെയ്ഡ് മണി ആസ് വെൽ. വലിയ എമൗണ്ട് അല്ല, ഐ തിങ്ക് വീക്ക്ലി £40. ആ വീക്ക്ലി £40 മോർ ദാൻ ഇനഫ്, ബിക്കോസ് ദേ ഹാവ് നോ അതർ എക്സ്പെൻസ്. ഫോണ് കൊടുക്കും, ഫോണുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. സോ കുറേ നാൾ ഹോട്ടലുകളിൽ താമസിക്കും. ഇതിനു വേണ്ടി ഹോട്ടലുകൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്, ആൻഡ് അവരവിടെ താമസിക്കും. പിന്നെ ഓരോരോ വീടുകളിലോട്ട് ഗവൺമെൻറ്റായിട്ട് മാറ്റി പാർപ്പിക്കും. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ റെഫ്യൂജി ആയിട്ട് വന്നിട്ട് ഇവിടുത്തെ കൾച്ചറിനോട് റെസ്പെക്റ്റ് കൊടുക്കാതെ, ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ, പല രീതിയിൽ ഡിസ്റെസ്പെക്റ്റ്ഫുള്ളായിട്ട് പെണ്ണുങ്ങളെ കമൻ്റ് അടിക്കുന്നു, പിള്ളേരെ കമൻ്റ് അടിക്കുന്നു, പിള്ളേരെ പിടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് ഇവന്മാർ ഫ്രീ ആയിട്ട് താമസിച്ചിട്ട് ഡെലിവറി ഡ്രൈവേഴ്സായിട്ട് ഇല്ലീഗലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവിടുത്തെ എക്സ് ആർമി ആൾക്കാർ റോഡിൽ ഹോംലെസ് ആയിട്ട് താമസിക്കുകയാണ്. ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാർ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ ഫുഡ് ബാങ്കിൽ പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഇനഫ് ഈസ് ഇനഫ്. പിന്നെ ബർമിംഗ്ഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണെന്നോ എനിക്കൊന്നും അവിടാന്ന് തോന്നുന്നു, ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇന്ത്യയുടെ കൊടി, പാകിസ്ഥാൻ്റെ കൊടി എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ സെൻറ്റ് ജോർജസ് ഡേയുടെ ഇവിടുത്തെ ഒരു ദിവസമാണ് സെൻറ്റ് ജോർജസ് ഡേ. ആ ദിവസം ഫ്ലാഗ്, ഇംഗ്ലണ്ടുകാരുടെ ഫ്ലാഗ് ഒന്ന് പൊക്കി കെട്ടിയാൽ അത് താത്താൻ പറയും. കാരണം ബാക്കിയുള്ളവർക്ക് വിഷമം വരുമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇവിടുത്തെ വെള്ളക്കാർക്ക് ദേ ഹാഡ് ഇനഫ്. അതുകൊണ്ടാണ് ഇപ്പം അവർക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യുന്നത്. അത് നമുക്കെതിരായിട്ടുള്ളതല്ല, അവരുടെ റൈറ്റ് അവർ കീപ്പ് ചെയ്യാൻ നോക്കുന്നത്. നമ്മൾ നമ്മുടെ കാര്യം നോക്കി മാന്യമായിട്ട് ഇവിടെയുള്ളവരെ റെസ്പെക്റ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. ഇംഗ്ലീഷുകാരുടെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എത്ര കൊള്ളത്തില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് അവർ കൊള്ളാം എന്നേ പറയത്തുള്ളൂ. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് ടു കം അക്രോസ് റൂഡ്. അത് അവരുടെ ഒരു ബേസിക് നേച്ചറാണ്. 99% ആൾക്കാരും അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തിരിഞ്ഞിട്ട് മതി എന്ന് പറയണമെങ്കിൽ എന്തും വേണ്ടി അവർ സഹിച്ചിട്ടുണ്ടാവുമെന്ന് നമ്മളും ഒന്ന് ആലോചിക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 70 കൊല്ലമായിട്ടെങ്കിലും മലയാളികളും ബാക്കിയുള്ള ആൾക്കാരും വരുന്നുണ്ട്. ഓണം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പക്ഷേ കഴിഞ്ഞൊരു 6-7 കൊല്ലമായിട്ട് ഇറ്റ്സ് എ ബിറ്റ് ടു മച്ച്. ഇപ്പം സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയും ഇൻഫ്ലുവൻസേഴ്സ് കുറേ കാണിച്ചു കൂട്ടുന്നുണ്ട്. റോട്ടിലിറങ്ങി ഡാൻസ് കളിക്കുന്നു, പിന്നെ റോട്ടിൽ രഥയാത്ര നടത്തുന്നു. ഓണമായിട്ട് ബന്ധപ്പെട്ടല്ല,
നമ്മുടെ സംഭവങ്ങൾ ഏതാണ്ട് ആനയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്, വിച്ച് ഡിസ്റ്റർബ്സ് അതർ പീപ്പിൾ. അതിൻ്റെ ആവശ്യമില്ല. ഇവിടെയും ഫെസ്റ്റിവലുണ്ട്, വേറെ ആൾക്കാർക്കും ഫെസ്റ്റിവലുണ്ട്. ഇപ്പം ചൈനക്കാർക്ക് ആകപ്പാടെ ചൈനീസ് ന്യൂ ഇയറിന് അത് ചൈന ടൗണിൽ മാത്രമേ ഉള്ളൂ അവർ കോപ്രായം കാണിക്കുന്നത്. വേറെ എങ്ങും ഇറങ്ങി അവർ പ്രശ്നം നടത്താൻ എൻ്റെ അറിവിൽ കാണിക്കാറില്ല. നമ്മൾ പിന്നെ കുറേ പേര് മുണ്ട് കൊടുത്ത് ഇറങ്ങാറുണ്ട്. പിന്നെ ഹിന്ദിക്കാർ മറ്റേ എന്തുവേണ്ടി പറയുന്നത് നവരാത്രിയും കാര്യങ്ങളൊക്കെ വരുമ്പം അതും കുറേ ഇറങ്ങാറുണ്ട്. പണ്ടൊക്കെ അത് അതിൻ്റേതായ സ്ഥലത്ത് പണ്ടും ആൾക്കാർ ഓണം ആഘോഷിച്ചിട്ടുണ്ട്. ഹോളെടുത്ത് എല്ലാവരും ഒന്നിച്ച് പുറത്തുനിന്ന് സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് എല്ലാവരും നല്ലപോലെ ആഘോഷിക്കാറുണ്ട്. ഇപ്പം കുറച്ച് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇൻ യുവർ ഫേസ് രീതിയിലാണ് ആൾക്കാർ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇമിഗ്രൻസ് വന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്തോട്ട് ഇതും പൊക്കി പിടിച്ചുകൊണ്ട് ചെല്ലുമ്പം they will be rude to you, obviously. ഞാനിവിടെ വന്നിട്ടിപ്പം 16 years ആയി. എനിക്ക് ഇതുവരെ ഒരു വെള്ളക്കാരടുത്തൊന്നും റേസിസമോ റൂഡ്നെസ്സോ വന്നിട്ടില്ല, ഒരിക്കൽ പോലും വന്നിട്ടില്ല. എനിക്ക് ആകെപ്പാടെ റേസിസം ഫേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ആൾക്കാരുടെ നിന്നാണ്, കളേർഡ് ആൾക്കാരുടെ നിന്നാണ്. അതിപ്പം ബ്രൗൺ ആവാം, യെല്ലോ ആവാം, കറുപ്പാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷേ വെള്ളക്കാരുടെ നിന്ന് എനിക്ക് ഇതുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതൊരു ഫാക്റ്റാണ്. അടുത്ത കാര്യം വിസ തട്ടിപ്പ്. ആ പെങ്കൊച്ചിനെ എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ദ ഹോൾ ഇൻസ് ആൻഡ് ഔട്ട്സ് ഓഫ് ഇറ്റ്. കുറേ വീഡിയോസ് കണ്ടതിൽ നിന്ന് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇവിടെ ഞാൻ വന്ന സമയത്ത് 16 years ago, ആ ഒരു സമയം 15-16 years ago, ഒരാൾ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു ഏജൻറ്റിന് ലിങ്ക് ചെയ്ത് കൊടുത്ത് ആ സ്റ്റുഡൻറ്റ് ഇവിടെ വന്നാൽ ആ സമയത്ത് 500 pound കമ്മീഷൻ. ഇത് 10-15 കൊല്ലം മുന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ എത്ര ആയിരിക്കും എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് സ്റ്റുഡൻറ്റിനെ കൊടുക്കുന്നതിന്. വർക്ക് വിസയ്ക്ക് ഉറപ്പായിട്ടും അതിൽ മുകളിലായിരിക്കും, ബിക്കോസ് യു ആർ കമ്മിങ് ടു ഏൺ. അപ്പോൾ അത് അന്നത്തെ കണക്ക്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇന്ന് എത്ര കിട്ടുമെന്ന് ഊഹിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അതിവിടെ താമസിക്കുന്നവർക്ക് മനസ്സിലാവും. ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പം നേഴ്സും ഹസ്ബൻഡും നേഴ്സും വൈഫുമായിട്ട് വരുവാണെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റോറി. രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പം ഡബിൾ ഇൻകം ഉണ്ട്. ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളതെങ്കിൽ ഫുൾ ടൈം വർക്ക് ചെയ്തിട്ട് എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഈ കറങ്ങാനും എടുക്കാനും പിന്നെ പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് വെച്ച് നല്ലൊരു കാറ് വാങ്ങാനും, കാറിനൊക്കെ ഭയങ്കര എക്സ്പെൻസാണ്, എക്സ്ട്രാ എക്സ്പെൻസ് ഉണ്ട്. പിന്നെ വീട്ടുകാരെ കൊണ്ടുവരാനും, ഇതെല്ലാം കൂടെ വളരെ ചെറിയ നമ്പർ ഓഫ് ഇയേഴ്സിൽ നടക്കില്ല. അത് ഇനി എത്ര തലകുത്തി നിന്നാലും നടക്കില്ല. എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്, നടക്കില്ല. സോ യു ക്യാൻ കണക്ട് ഇറ്റ് ഓൾ ടുഗദർ ആൻഡ് മേക്ക് യുവർ അസംഷൻ. അത്രയും ഞാൻ അതിനകത്ത് പറയുന്നുള്ളൂ. വേറൊരു കാര്യം ആ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ കാലം തൊട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഇങ്ങോട്ട് വരാനുള്ള റൂട്ട്, സ്റ്റുഡൻറ്റ് വിസ അല്ലെങ്കിൽ വർക്ക് വിസ. ഞാൻ അപ്പോഴൊക്കെ പറയുന്നത് gov.uk വെബ്സൈറ്റിൽ പോവുക, നോക്കുക, നിയമം നോക്കുക, അവിടുന്ന് വേക്കൻസീസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയാറുണ്ട്. ഞാനത് പറയുമ്പോഴത്തേക്ക് ആ അപ്പുറത്തെ സൈഡിലിരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. കാരണം ഇറ്റ്സ് നോട്ട് സംതിങ് ദേ വോണ്ട് ടു ഹിയർ. അവർക്കെല്ലാവർക്കും ഇന്നത് ചെയ്താൽ മതി, എത്താൻ പറ്റും. ഞാൻ ഒരു കൺസൾട്ടൻ്റ് അല്ല. എനിക്കിവിടുത്തെ നിയമങ്ങൾ കംപ്ലീറ്റ് അരച്ചു കുടിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം ഇറ്റ് ചേഞ്ചസ് എവറി ടൈം. അപ്പം ഞാൻ ഉറപ്പായിട്ട് ഒരാളുടെ അടുത്ത് ഇന്നത് ചെയ്താൽ മതി എന്ന് പറയണമെങ്കിൽ ഐ ഷുഡ് ബി 100% കോൺഫിഡൻറ്റ്. അങ്ങനെ അല്ലാത്തടത്തോളം കാലം ഞാൻ ഒരിക്കലും പറയത്തില്ല. അത് നിങ്ങളാരും രക്ഷപ്പെടണമെന്നോ രക്ഷപ്പെടണ്ടെന്നോ ഒന്നും വിചാരിച്ചിട്ടല്ല. അങ്ങനെ ചെയ്താൽ ഇപ്പം ആ കൊച്ചിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഒരാളുടെ ജീവിതമാണ്. I don't want to play with people's lives. So അതൊരിത്. എടുത്തോ പിടിച്ചോ ഒരു 10 വീഡിയോ ഒരാളിട്ട് കുറേ ഫോളോവേഴ്സ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അയാൾ പറയുന്ന എല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ച് കാശ് കൊണ്ട് കൊടുക്കാതെ ഡു യുവർ ഓൺ ഹോംവർക്ക് ആൻഡ് ദെൻ ഗോ ഫോർ ഇറ്റ്. പിന്നെ
പലരും പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ച് കാശ് കൊണ്ട് കൊടുത്തിട്ട് ബ്ലെയിം ഈസ് ഓൺ യു as well. ആ ആൾക്കാരുടെ കയ്യിൽ മാത്രമല്ല, ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട്. എനിക്ക് ഈ ഹോൾ സാഗയിലും മനസ്സിലാവാത്തൊരു കാര്യം, UK ഒരു വീട്ടിൽ 40,000 പൗണ്ട് ക്യാഷിൽ കൈക്കൊണ്ട് കൊടുത്തു. വൈ നോട്ട് പുട്ടിങ് എ കേസ് ഹിയർ, വൈ നോട്ട് ഫയലിങ് എ കേസ് ഹിയർ? അതിൻ്റെ അർത്ഥം കൊണ്ടുകൊടുത്ത കാശും ക്ലീൻ ആയിട്ടുള്ള കാശല്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ആരും കറക്റ്റല്ല. അതുകൊണ്ടാണ് ആരും കേസിടാത്തത്. കേസിടാനായിട്ട് ഒരു പാടുമില്ല. അത് ഈ നാട്ടിൽ ഒരു പാടുമില്ല കേസിടാനായിട്ട്. ഇപ്പം ആർക്ക് വേണമെങ്കിലും ഇടാം. ഇതിലറിയാവുന്ന സംഭവങ്ങൾ അറിയാവുന്ന ആർക്കെങ്കിലും ഫുൾ തെളിവുണ്ടെങ്കിൽ പുട്ട് ഓൾ ഇൻറ്റു എ ഇമെയിൽ HMRCക്ക് അയച്ചു കൊടുക്ക്. അവരന്വേഷിക്കട്ടെ. ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാം സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിച്ച് അവർ കണ്ടുപിടിക്കും. അപ്പോൾ അറിയാമല്ലോ സത്യം എന്തുവാ കള്ളം എന്തുവാണ്. അത് വേറൊരു കാര്യം. സോ ദോസ് ഹു ആർ കമ്മിങ് ടു UK, ജോലിക്കാണ് നോക്കുന്നതെങ്കിൽ www.gov.uk അതിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റാണ്. അതിനകത്ത് നോക്കുമ്പോൾ ഇവിടുത്തെ നിയമങ്ങളും കാണും, എന്തൊക്കെ ഇതിലൊക്കെ വേക്കൻസി ഉണ്ടോ, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോലികൾ എല്ലാം എടുക്കാൻ പറ്റും. ഞാനിവിടെ സിവിൽ സർവൻറ്റ്, ഓക്കെ. ഞാൻ ഇവിടുത്തെ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ആയിരുന്ന സമയത്താണ് ഇവിടത്തേക്ക് ജോലിക്ക് സെലക്ട് ചെയ്തത്. അതിന് ബ്രിട്ടീഷ് പാസ്പോർട്ട് വേണമെന്നില്ല. അതൊരു മിഥ്യാധാരണയായിട്ട് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ കളയുക. നമ്മുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഒന്നെങ്കിൽ ഡെലിവറി അല്ലെങ്കിൽ നഴ്സിംഗ് കെയർ ഹോം, നഴ്സിംഗ് അല്ല കെയർ ഹോം, ഡെലിവറി കെയർ ഹോം, പിന്നല്ലെങ്കിൽ കടകളിലൊക്കെ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന രീതിയിൽ ഓഫ് ലൈസൻസ്, ഇതൊക്കെയാണ് നോക്കുന്നത്. ഇതല്ലാതെ വേറെയും കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എല്ലാ ജോലിക്കും ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും കുറേ ജോലികൾ നിങ്ങൾക്ക് പറ്റും. കുറേ ഏജൻസീസ് ഉണ്ട്. ബ്രൂക്ക് സ്ട്രീറ്റ്, വേറെ അവരുടെ തന്നെ ആ രീതിയിലുള്ള, അത് ഇന്ത്യക്കാരാണ് ആ ഏജൻസി നടത്തുന്നത്. അവരാണ് ഇവിടുത്തെ എല്ലാ ഗവൺമെൻറ് ജോലിയും ഏജൻസി വർക്കേഴ്സിനെ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അവരിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് 2-3 തവണ ഏജൻസി വഴി ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ലേൺ എവറിത്തിങ്, ദെൻ ഇറ്റ്സ് ഈസി ഫോർ യു ടു ഗെറ്റ് ഇൻ. അങ്ങനെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ലിവ്. പിന്നെ ഒന്നും സേവ് ചെയ്യാൻ പറ്റത്തില്ല. നല്ല ലൈഫാണ്, അടിച്ചു പൊളിച്ച് ജീവിക്കാം. ഇറ്റ്സ് ഈസി ടു ട്രാവൽ, ഈസി ടു ഗോ ഔട്ട്, യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ്. പക്ഷേ കയ്യിൽ കാശ് മിച്ചം കാണത്തില്ല. അങ്ങനെയുള്ള ലൈഫാണെങ്കിൽ കെട്ടിമടക്കി എടുത്ത് കയറിപ്പോട്ടുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി സേഫ്, നോ ഇഷ്യൂസ്. പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് അടി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പം. പിന്നെ അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, എല്ലാവർക്കും അങ്ങനെയല്ല അടി കിട്ടുന്നത്. ലൈക്ക് ഇൻ എനി പ്ലേസ്, എല്ലാ സ്ഥലത്തും, ഇപ്പം നമ്മുടെ നാട്ടിലായാലും വേറൊരു സ്ഥലത്ത് പോയാലും എല്ലാ സ്ഥലത്തും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരും ഉണ്ടായിരിക്കും. അങ്ങനെ ചീത്ത ആൾക്കാർ എപ്പോഴെങ്കിലും അൺപ്രൊവോക്ഡായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ഒരു രാജ്യത്തെ മൊത്തം ആൾക്കാർ ഇന്ത്യക്കാരെ ഇഷ്ടമല്ല എന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ഐ ആം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. പിന്നെ അടി ചോദിച്ച് വാങ്ങിച്ച് കൂട്ടുന്നവരും ഉണ്ട്. പക്ഷേ അത് വെച്ചിട്ട് ഇംഗ്ലീഷുകാർക്ക് ഇന്ത്യക്കാരെ ഇഷ്ടമല്ല അല്ലെങ്കിൽ പാകിസ്ഥാനികളെ ഇഷ്ടമല്ല എന്ന് പറയുന്നതിൽ കാര്യം ഇല്ല. സോ ഇൻ ഷോർട്ട്, ഇറ്റ്സ് സേഫ് ടു ലിവ് ഇൻ ഹിയർ. ദർ ഈസ് നോ ഇഷ്യൂസ്. ഇമിഗ്രേഷൻ ഇഷ്യൂ ഉണ്ട്. അത് നല്ലപോലെ ഇവിടെ വന്ന് അധ്വാനിച്ച് ജോലി ചെയ്ത് ടാക്സ് അടയ്ക്കുന്നവർക്കെതിരെ അല്ല. പോർട്ടുകളിൽ വന്ന് ഇവിടുത്തുകാരുടെ കാശും സാധനങ്ങളും എടുത്തിട്ട് ഇവിടുത്തുകാരെ തന്നെ തെറി പറയുന്ന കുറേ ആൾക്കാർക്ക് എതിരെയാണ്. സോ ഹോപ്പ് ദിസ് ക്ലിയർസ് അപ്പ് എ ബിറ്റ് ഓഫ് തിങ്സ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ, ലവ് യു ഓൾ.